വെൽക്കം ടു സുമി ഫാസ്റ്റ് ടേസ്റ്റി കിച്ചൻ. അതെ, വേറൊന്നുമില്ല, നമ്മുടെ ലുലു സെലിബ്രേറ്റിൽ നമ്മുടെ ബ്രൈഡൽ വേൾഡ് എല്ലാവരും പോയിട്ടുള്ളത്, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതും ഒക്കെയാണെന്ന് എനിക്കറിയാം ഈ ഷോപ്പ്. പക്ഷേ ജസ്റ്റ് ഞാൻ അതുവഴി പോയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഈ ഡിസൈൻ വർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം നമ്മുടെ വിമൻസ് കോളേജിൽ 2 വർഷം ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പഠിച്ചു കഴിഞ്ഞുവെങ്കിലും പിന്നെ ചില സാഹചര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ആ ഫീൽഡിലോട്ട് പോകാൻ പറ്റിയില്ല. എനിക്ക് ഈ സ്റ്റോൺ വർക്കും ഡിസൈൻ വർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ ആ കോഴ്സ് പഠിച്ചത്. പക്ഷേ അത് എന്താ പറയണത്, നമുക്ക് ഓരോ നമ്മുടേതായിട്ടുള്ള ഓരോ ഇതുണ്ടല്ലോ, അതനുസരിച്ചിട്ടല്ലേ ഓരോ ഇത് നടക്കത്തുള്ളൂ, പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ ഇത് കണ്ടപ്പോൾ ഞാൻ ആ പഠിക്കുന്ന ടൈമിലൊക്കെ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ടൈമിലൊക്കെ ഇതുപോലെ സ്റ്റോൺ വർക്കും ബീഡ്സ് വർക്കും അല്ലെങ്കിൽ മറ്റേ ഫാബ്രിക് ഗ്ലൂ ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് വർക്ക് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഞാൻ എന്തായാലും അവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഭയങ്കര രസം, നമുക്ക് നല്ല പോലെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കേട്ടോ ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ എന്ത് ഫാസ്റ്റായിട്ടാണെന്നറിയാമോ അവർ ആ ബീഡ്സ് വർക്ക് അവരുടെ ആ കയ്യിരിക്കുന്ന നീഡിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് അത് പെട്ടെന്ന് തന്നെ അത് ചെയ്യുന്ന ഒരു സാരി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മളെ ഗൗണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എത്ര പേര് ചേർന്നിട്ട് അവരുടെ എത്ര നേരത്തെ പ്രയത്നം ഈ ഒരു വർക്ക് ഇത്രയും നല്ല രീതിയിൽ ആക്കിയെടുക്കുന്നു എന്നുള്ളത് നമുക്കത് അറിയാവുന്ന അല്ലെങ്കിൽ അത് കണ്ടിട്ടും അല്ലെങ്കിൽ അത് ചെയ്ത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് കാണുമ്പം ഒരു വർക്ക് നല്ല രസമുണ്ട് എന്നുള്ളതാണ്, പക്ഷെ അതിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് നമുക്ക് ആ ഫീൽഡിലോട്ട് ഇറങ്ങിപ്പോയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇതിൻ്റെ അകത്തോട്ട് വന്നില്ല കേട്ടോ. ഞങ്ങൾ സെലിബ്രേറ്റിൽ കയറിയപ്പോൾ മോന് ഞാൻ മാത്രമേ കയറിയുള്ളൂ ഷോപ്പിലോട്ടേ. അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, ഉമ്മി ഇങ്ങനെ ഇതുപോലത്തെ വർക്കൊക്കെ വളരെ ചെറിയ രീതിയിലൊക്കെ ഞാനും ഇങ്ങനെ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് മോനെ. ഇപ്പോൾ സിൽക്ക് നമ്മുടെ കാഞ്ചീപുരം സാരിയിലൊക്കെ ആണെങ്കിലും ആ വർക്ക് സ്റ്റോൺ ഒട്ടിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ സ്റ്റോൺ വർക്ക് അതിൽ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള വർക്കൊക്കെ ഉമ്മി ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി ബുദ്ധിമുട്ടോടുകൂടെയൊക്കെ ചെയ്യുന്നതാണ്. കാരണം നമുക്കത് ഇഷ്ടപ്പെട്ട് നമ്മളത് ചെയ്ത് വരുമ്പോൾ നമുക്കതങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൻ ചോദിച്ചു, ഉമ്മി ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാത്ത തന്നെ അതെന്താ എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പ്രത്യേകിച്ച് നമുക്ക് എന്താ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ഞാനും മോനും കൂടെ ആ സെലിബ്രേറ്റിലൊക്കെ ജസ്റ്റ് ബ്രൈഡൽ വേൾഡിലെ ഷോപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി അതിൻ്റെ കുറേ സംഭവങ്ങൾ, കുറേ ലാച്ച ഗൗണ് അതിൻ്റെയൊക്കെ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ലുലു സെലിബ്രേറ്റ് കയറി ഞാനും മോനും കൂടെ കുറേ സംഭവങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ജസ്റ്റ് എന്തായാലും അതിൻ്റെ അകത്ത് കയറിയതല്ലേ, അപ്പോൾ കുറച്ച് എന്തെങ്കിലും ചെറിയൊരു വീഡിയോ പോലെ ഇങ്ങനെ എടുക്കാമെന്ന് കരുതിയിട്ട് ജസ്റ്റ് കയറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു, ബൈ.